ഹായ് ഗായ്സ്, സിലസില സീരിയലിൻ്റെ പുതിയ പാളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഗുണാലിനെയും നന്ദിനിയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു ചേരുന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ടെൻറ്റിൽ ഒരുമിച്ച് പോകുമ്പോൾ ഗുണാലിൻ്റെ തലയ്ക്ക് പരിക്ക് പറ്റുന്നു. നന്ദിനിയാണ് അവനെ ശുശ്രൂഷിച്ചൊക്കെ നോക്കുന്നത്. അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു ക്യാമ്പ് ഫയർ സംഘടിപ്പിക്കുന്നു. എല്ലാവരും പുറത്തല്ലേ ഇരിക്കുന്നത്, അതും നൈറ്റ്. നന്ദിനിക്ക് നല്ല തണുപ്പ് തോന്നുന്നു. തണുത്തുകൊണ്ട് വിറയ്ക്കുവാണ് നന്ദിനി. ഇത് കണ്ട ഗുണാൽ അവിടെ സൂപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങി നന്ദിനിക്ക് കൊടുക്കുന്നു. ഇത് കുടിക്കും നന്ദിനി, നല്ല ചൂടുണ്ട്, ഇത് കുടിക്കുമ്പോൾ നിൻ്റെ തണുപ്പൊക്കെ മാറിക്കോളും. അവളും കുടിച്ചു നോക്കുന്നു. എന്നാലും അവൾക്ക് നല്ല തണുക്കുന്നുണ്ട്. ഉടനെ ഗുണാൽ അവൻ്റെ കോട്ടൂരി അവൾക്ക് കൊടുത്തിട്ട് അവളെ ചേർത്ത് പിടിച്ച് റൂമിൽ കൊണ്ടുപോകുന്നു. റൂമിൽ പോയപ്പോൾ നന്ദിനിക്കാട്ടെ നല്ല പനി ഉണ്ടായിരുന്നു. ഗുണാൽ ഡോക്ടറല്ലേ, അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കൊടുക്കുന്നു. നല്ല കെയറോടുകൂടി അവളെ നോക്കുന്നുണ്ട്. അപ്പോഴപ്പോഴെ തുണിയൊക്കെ നനച്ചിട്ട് അങ്ങനെയൊക്കെ. ആ സുഖത്തിൽ അവൾ നന്നായിട്ട് ഉറങ്ങുന്നു. ശരി, ഇനി ഞാൻ പുറത്തു പോയി ഉറങ്ങാം എന്നും പറഞ്ഞിട്ട് പുറത്തു പോയി കിടക്കുന്നു ഗുണാൽ. എന്നാൽ അവനും നല്ല തണുക്കുന്നുണ്ട്. എന്നാലും വേറെ വഴിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ കിടക്കുന്നു. ഇവിടെ രാജദീപിനെയും മൗലിയെയാണ് കാണിക്കുന്നത്. രാജദീപ് മൗലിയോട് പറയുവാണ്, ഇങ്ങ് നോക്ക്, നീ നന്ദിനിയെ നല്ല വിശ്വസിക്കുന്നതല്ലേ? ഇന്ന് രാത്രി മുഴുവനും നിൻ്റെ ഹസ്ബൻഡും അവളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവർക്കിടയിൽ ഇനി എന്തെങ്കിലും തെറ്റായിട്ട് നടന്നാൽ എന്ത് ചെയ്യും നീ എന്നൊക്കെ അവളെ കൊളുത്തിവിട്ട് സംസാരിക്കുന്നു. ചി, വൃത്തികെട്ടവനെ, നിന്നെപ്പോലെ നാണം കെട്ടവരല്ല അവർ. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവരെന്നെ ചതിക്കില്ല. നീ നിൻ്റെ ജോലി നോക്ക് എന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പാവം മൗലി, എന്ത് വിശ്വാസമാണ് അവൾക്ക് അവരെ അല്ലേ? പാവം. ആ നന്ദിനിയും ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന ആരറിഞ്ഞു? നിങ്ങൾ വിശ്വസിച്ചോ നന്ദിനിയുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന്? കമൻറ്റ് ബോക്സിൽ കൂടെ എന്നെ അറിയിക്കണേ. അങ്ങനെ മോർണിംഗ് ആവുന്നു. നന്ദിനി എണീറ്റ് നോക്കുന്നു. അവിടെ ഗുണാലില്ല. ഗുണാൽ എവിടെ പോയി എന്നും പറഞ്ഞു പുറത്തു പോയി നോക്കുമ്പോൾ അവൻ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നത് അവൾ കാണുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നുന്നു. അവൾ അടുത്തോട്ട് ചേർന്ന് പോകുന്നു. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഓർത്തു നോക്കുന്നു. ഇതുവരെ അവൾക്ക് നടന്ന എല്ലാ ആപത്തിലും അവളെ രക്ഷിച്ചത് ഗുണാലല്ലേ? ഗുണാൽ, നിങ്ങൾ എന്ത് നല്ലവനാണ്. നിങ്ങളെപ്പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ മൗലി എന്തുമാത്രം പുണ്യം ചെയ്തിരിക്കണം എന്നോർത്ത് അവനെ പ്രണയത്തോടെ നോക്കിയിട്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള തീക്കനൽ ഗുണാലിൻ്റെ കയ്യിൽ വീഴാൻ പോകുന്നു. അപ്പോൾ ആ കൈ നന്ദിനി താങ്ങുന്നു. ഉടനെ ഗുണാൽ ഉണരുന്നു. എന്നിട്ട് ഞെട്ടി എണീറ്റ് അവളെ തന്നെ നോക്കുന്നു. ഇവളെന്താ എൻ്റെ അടുത്ത് ചെയ്യുന്നേ എന്ന ഒരു ഭാവത്തിൽ. ഉടനെ അവൾ എണീറ്റ് ഒന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവനാണേ ഒന്നും മനസ്സിലാവില്ല. എന്താ ഇത് എന്നും പറഞ്ഞ് അവളെ പുറകെ പോയി നോക്കാൻ പോകുന്നു. അവിടെ പോകുമ്പോൾ ഗുണാലിന് ഭയങ്കര ഷോക്ക്. അവിടെ മൗലി നിൽക്കുന്നു. ഗുണാൽ എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. മറു സൈഡ് നന്ദിനി നിൽപ്പുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾക്ക് ഭയങ്കര കരച്ചിൽ വരുന്നു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ഇവൾക്ക് അസൂയ വരുന്നു. ഇത് മൗലി അവളെ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ചതുപോലെയാണ് അവളെ ഭാവം. ഭയങ്കര അസൂയയോടെയാണ് അവൾ പെരുമാറുന്നതെന്ന് അവളെ മുഖം കണ്ടാൽ അറിയാം. ഗുണാൽ, നിന്നെ ഞാൻ എന്ത് മിസ് ചെയ്തെന്നറിയോ? നീ ഇല്ലാതെ ഒണ്ടേ പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗുണാൽ. നീ ഓക്കെ അല്ലേ ഗുണാൽ? അതേ മൗലി, ഞാൻ ഓക്കെയാണ് എന്നും പറഞ്ഞ് അവന് മറുപടി കൊടുക്കുന്നു. എന്നിട്ട് മൗലി നന്ദിനിയുടെ അടുത്ത് പോകുന്നു. നന്ദിനി, നീ എങ്ങനെ ഇരിക്കണേ? ഞാൻ നന്നായിട്ടിരിക്കുന്നു മൗലി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവൾ വീണ്ടും ഗുണാലിൻ്റെ അടുത്ത് പോകുന്നു. ഗുണാൽ, ഞാൻ നിന്നെ എന്ത് മിസ് ചെയ്തെന്നറിയോ? നീ എന്നെ മിസ് ചെയ്തോ? പറ. ഒരു നാൾ കൂടെ ഞാൻ നിന്നെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ, അതാവും എനിക്ക് ഇത്രയും സങ്കടം തോന്നിയത്. എപ്പോൾ രാവിലെയാവും, എപ്പോൾ നിന്നെ കാണാൻ പറ്റും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടേ കിടക്കുമായിരുന്നു ഇന്നലെ എന്ന് നല്ല സ്നേഹത്തോടെ അവനോട് പറയുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ നന്ദിനിക്കാണെങ്കിൽ നല്ല പൊസസീവ് അടിക്കുന്നു. അതിനുശേഷം വാ പോഹാം എന്നും പറഞ്ഞ് 3 പേര് അവിടെ നിന്ന് പോകുന്നു. കാറിൽ പോകുമ്പോൾ എല്ലാവരും ഉറക്കാണ്. ഗുണാലും നന്ദിനി മാത്രം ഉറങ്ങുന്നില്ല. അവനാണെ നന്ദിനിയെ നോക്കാതിരിക്കാൻ മാക്സിമം കൺട്രോളോടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നന്ദിനി നോക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലെത്തുന്നു. വീട്ടിൽ വന്ന ഉടനെ നന്ദിനി അവളുടെ റൂമിലോട്ട് പോയി ദേഷ്യത്തോടെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തറിയുന്നു. ചി, ഞാൻ എന്ത് വൃത്തിയിട്ടവളാണോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല.
ഞാൻ അവൾക്ക് ദ്രോഹം ചെയ്യില്ല. അവളുടെ ഹസ്ബൻഡ് അവൾക്ക് മാത്രം സ്വന്തമാണ്. അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കാനേ പാടില്ല എന്നും പറഞ്ഞ് മൗലിയുടെ ഫോട്ടോ നോക്കി കരയുവാണ്. മൗലി, നീ എനിക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു, എന്നാലും ഒരു സെക്കൻഡ് ഞാൻ നിൻ്റെ ജീവിതം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചല്ലോ. ഞാൻ വളരെ മോശപ്പെട്ടവളായി പോയല്ലോ വിശ്വാസാഞ്ജലി. നിനക്കേ ഞാൻ ദ്രോഹം ചെയ്യാൻ നോക്കിയല്ലോ. സോറി മൗലി, സോറി. നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ ആശ വെച്ചു. ആ കാര്യം നീ അറിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് കരുതും നീ? ചി എന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുവാണ്. അവിടെ ഗുണാലിനെയും മൗലിയാണ് കാണിക്കുന്നത്. ഗുണാൽ, നമ്മൾ എന്തുമാത്രം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല. മറക്കാൻ പറ്റാത്ത ഒരു ഡേ ആയി മാറിയല്ലോ ഇത് എന്നൊക്കെ മൗലി പറഞ്ഞിട്ടേയിരിക്കുന്നു. ഇവിടെ ഗുണാൽ നന്ദിനിയെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ. എന്താ ഗുണാൽ, എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? എന്താ പറ്റി? ഉടനെ അവന് സംസാരിക്കാൻ തുടങ്ങുന്നു. അതേ മൗലി, നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കരുതി, പക്ഷെ നടന്നില്ല. ഞാൻ അതൊക്കെ നന്നായി മിസ് ചെയ്യുന്നു എന്ന് രണ്ടുപേരും ഇമോഷണായി സംസാരിക്കുന്നു. ശരി ഗുണാൽ, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് അവിടെ എടുത്ത ഫോട്ടോസൊക്കെ നോക്കാം, വാ. ശരിയെന്നും പറഞ്ഞ് അവനും ബാത്റൂമിൽ പോകുന്നു. അവനും അവിടെ പോയി കഴിഞ്ഞ് നല്ല ദേഷ്യമായിരുന്നു അവനോട് തന്നെ. എന്താ ഞാൻ എന്തിനാ നന്ദിനിയെ തന്നെ കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നന്ദിനിയെ കാണുമ്പോഴൊക്കെ എനിക്കെന്തോ ഫീലാവുന്നു. ഞാൻ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് എൻ്റെ ബ്രെയിനിന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ എൻ്റെ കിഴങ്ങ് മനസ്സെന്താ ഇതൊന്നും കേൾക്കാത്ത എന്നും പറഞ്ഞ് അവനോട് തന്നെ ദേഷ്യപ്പെടുന്നു. അപ്പം മൗലി സൗണ്ട് ഇടുന്നു. ഗുണാൽ, പെട്ടെന്ന് വാ, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ നോക്ക്, നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിനെ തന്നെ നോക്കി രസിച്ചിട്ടേ ഇരിക്കുന്നു. അങ്ങനെ ഗുണാൽ പുറത്ത് വന്നു. എന്നിട്ട് രണ്ടുപേരും ഫോട്ടോസൊക്കെ നോക്കി നല്ല ജോളിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് മൗലി ഉറങ്ങുവാണ്. എന്നാൽ ഗുണാലിനാണേ ഉറങ്ങാനേ പറ്റുന്നില്ല. അവിടെ നന്ദിനിക്കും അങ്ങനെ തന്നെയാണ്. അവളും പ്രതിമ പോലെ കരഞ്ഞിട്ടേ ഇരിക്കുന്നു. എന്നാൽ അവൻ അവിടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും നന്ദിനിയുടെ അടുത്ത് എനിക്ക് പോകണം, എനിക്കിപ്പോൾ കാണണം അവളെ എന്നും പറഞ്ഞ് ആ പാതിരാത്രി തന്നെ അവളുടെ റൂമിലോട്ട് ഡോറിൽ പോയി തട്ടാൻ പോകുന്നു. അപ്പോൾ അവിടേക്ക് ഗുണാലിൻ്റെ അമ്മ വരുന്നു. ഡേ, അവിടെ എന്താ നീ ചെയ്യുന്നത്? ഇല്ലമ്മ, ഞാൻ വെള്ളം കുടിക്കാനാണ് വന്നത്. വെള്ളം കുടിക്കാൻ കിച്ചണിലാണ്, അല്ലാതെ നന്ദിനിയുടെ റൂമിലല്ല. അങ്ങ് പോ. ആ ശരിയമ്മ എന്നും പറഞ്ഞ് അവ അവിടെ ഒന്ന് പോകുന്നു. എന്തോ നന്ദിനിയോട് പറയാനാണ് വന്നത്. എന്നാൽ അവൻ്റെ അമ്മ വന്നതുകൊണ്ട് നടന്നൊന്നുമില്ല. നെക്സ്റ്റ് ഡേ നന്ദിനി മൗലിയോട് പറയുവാണ്. മൗലി, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് വേറെ ഒരു വീട്ടിൽ പോകണമെന്ന്. പെട്ടെന്ന് വേറൊരു വീട് റെഡിയാക്കി താ പ്ലീസ്, എനിക്ക് മാറണം. എന്താ പെട്ടെന്ന് മാറണം? കുറച്ച് കൂടെ കഴിയട്ടെ. ഇല്ല മൗലി, എനിക്ക് നിൻ്റെ കൂടെ താമസിക്കാൻ വളരെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കണ്ടേ പ്ലീസ് മൗലി, നല്ലൊരു ഫ്ലാറ്റാണ് എനിക്ക് നോക്കിത്താ. മൗലിയും ഓക്കെ പറയുന്നു. ഇതെല്ലാം ഗുണാൽ കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദിനി ഓക്കെ എന്നും പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഗുണാലിനെ കാണുന്നു. അവനെ നോക്കിയും നോക്കാതെയും അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറുന്നു. എൻ്റെ ചെല്ലക്കുട്ടി എന്താ ഇവിടെ ചെയ്യുന്നത്? വാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് മൗലിയും കിച്ചണിലോട്ട് കയറുന്നു. രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗുണാൽ വരുന്നു. എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. നന്ദിനി പതുക്കെ ഗ്ലാസ് നീട്ടുന്നു. അവനത് സ്പീഡായി പിടിച്ചു വാങ്ങുന്നു. അപ്പോൾ അമ്മായിയമ്മ വരുന്നു. ഇങ്ങ് നോക്ക്, ഞാനും മൗലിയും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകുന്നു. ഇന്ന് നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ്, മുത്തശ്ശിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ. എന്നാൽ ഇത് കേട്ട നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അയ്യോ, ഞാനും ഗുണാലും ആണോ ഇവിടെ ഒറ്റയ്ക്ക്? അയ്യോ എന്നും പറഞ്ഞ് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കുന്നു. അവരെല്ലാം ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നന്ദിനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. അവളും ഗുണാലും അവിടെ ഒറ്റയ്ക്കല്ലേ, എന്തൊക്കെ നടക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് നല്ല പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ കറക്റ്റ് സമയം ഗുണാലും അവിടേക്ക് വരുന്നു. ഇത് തന്നെ കറക്റ്റ് സമയം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളോട് സംസാരിക്കാൻ പോകുന്നു. എന്നാൽ ഇത് കണ്ടിട്ട് നന്ദിനി പേടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. ഗുണാൽ അവളോട് ചേർന്ന് അങ്ങ് സംസാരിക്കാൻ പോവുകയാണ്. ദൈവമേ, ഗുണാൽ എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പേടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെ അവൾ അവിടെ നിൽക്കുന്നു. അവനും അവൾ അടുത്തോട്ട് വന്ന് നിൽക്കുന്നു. ഇതോടെ നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം. നാളെ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് പാർട്ട് വെയിറ്റിംഗ് ആണ്. രണ്ടുപേരെ പ്രണയങ്ങളും കണ്ണിലാണ് നിൽക്കുന്നതെന്ന് നമുക്കിതോടെ മനസ്സിലായിട്ടുണ്ട്. ഇനി പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ഒക്കെ വേറെ ലെവലായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ കാത്തിരിക്കണേ. ബായ്.